അങ്ങനെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുകൾ അറിയാതെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാറുൽ അർക്കമിനെ പറ്റിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയൊക്കെ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. അദ്ദേഹത്തിന് അതിയായ താല്പര്യം തോന്നുന്നു. അങ്ങനെ ഉമ്മയറിയാതെ, നാട്ടുകാരാരും കാണാതെ ഒരു രാത്രി അതീവ രഹസ്യമായി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അന്നത്തെ ഇസ്ലാമിൻ്റെ പ്രഭവ കേന്ദ്രമായ, ശക്തി കേന്ദ്രമായ ദാറുൽ അർക്കമിലേക്ക് ഒരു രാത്രി ചെന്ന് കയറുകയാണ്. അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് മുഴുവനും അടിമകളായ, ദരിദ്രരായ, പാവപ്പെട്ട, ഒന്നുമില്ലാത്ത മനുഷ്യരായിരുന്നു. അവർക്കിടയിലേക്കാണ് മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, എല്ലാവരാലും കാണാൻ ആഗ്രഹിക്കുന്ന സുന്ദരനായ ആ സ്വഹാബി ചെന്ന് കയറുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുസ്അബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നപ്പോൾ അതിയായ സന്തോഷമുണ്ടാകുന്നുണ്ട്. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അനുചരർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ മുസ്അബ് റളിയല്ലാഹു അൻഹു കുറച്ച് സംശയങ്ങളൊക്കെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്. അതിനെല്ലാം പ്രവാചകൻ മറുപടി പറയുന്നു. ഉടനെ ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്.